നമസ്കാരം. മെഡിക്കൽ കോഴയിൽ കുഴഞ്ഞുമറിയുകയാണ് കേരള ബി.ജെ.പി. കോഴയുടെ കേന്ദ്രബിന്ദുവെന്ന് പാർട്ടി കമ്മീഷൻ കണ്ടെത്തിയ RS വിനോദിനെ കുമ്മനം ഇന്ന് പുറത്താക്കി. വിനോദ് ഒരു ചെറിയ മീനാണ്. നീന്തി തുടിക്കുന്ന വമ്പൻ മത്സ്യങ്ങളെ വളരാൻ വിട്ട് വിനോദിൽ തുടങ്ങി വിനോദിൽ അവസാനിക്കുന്ന ഒരു വിനോദ പരിപാടിയായി ഇത് മാറരുത്. വീണിടത്ത് കിടന്ന് വിനോദിനുരുളാം. കുമ്മനത്തിന് പക്ഷേ കളങ്കമാകും അത്. അതുകൊണ്ട് ഈ മഞ്ഞുമലയുടെ അറ്റമാകരുത് ഒന്നിൻ്റെയും അവസാനം. അഴിമതിയില്ലാത്ത ഭരണമെന്ന് അവകാശവാദം മുഴക്കാൻ മോദി ഭക്തർ അതുവരെ തുനിയരുത്. ഒരു വിനോദ് വിചാരിച്ചാൽ വിലക്കെടുക്കാവുന്നതല്ല മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന കേന്ദ്ര സ്ഥാപനം. അതിൻ്റെ കേന്ദ്രം കേരള ബി.ജെ.പിയുമല്ല. അതുകൊണ്ട് മോദിക്ക് മുഖം രക്ഷിക്കണമെങ്കിൽ മുഖമടച്ച നടപടിയുണ്ടാകണം. മെഡിക്കൽ അഴിമതിയിലൂടെ പുറത്താകുന്നത് ബി.ജെ.പിയുടെ തനിനിറമല്ലേ എന്ന വിമർശനം ഉയരുമ്പോൾ 6 ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ചോദിക്കുന്നത്. 1. വിനോദിനെ പുറത്താക്കിയതിലൂടെ അവസാനിപ്പിക്കാനാകുമോ പാർട്ടിയെ പിടിച്ചുകുലുക്കിയ മെഡിക്കൽ കോഴ? 2. 5.5 കോടിയുടെ മെഡിക്കൽ അഴിമതി എന്നത് മഞ്ഞുമലയുടെ അറ്റം മാത്രമോ? 3. മെഡിക്കൽ കൗൺസിലിനെ അഴിമതിയുടെ കേന്ദ്രമാക്കിയത് കേരളത്തിൽ നിന്നുള്ള ഇടനിലക്കാർ മാത്രമോ? 4. പാർട്ടി കമ്മീഷൻ റിപ്പോർട്ടിൽ നടപടി നിർബന്ധമാക്കിയത് പടലപ്പിണക്കം പുറത്തായതോടെയോ? 5. സംസ്ഥാന നേതാക്കൾ സംശയത്തിന്റെ നിഴലിൽ നിൽക്കെ കോർ കമ്മിറ്റി യോഗത്തിന് കടുത്ത നടപടി സാധ്യമോ? 6. പെട്രോൾ പമ്പ് അഴിമതി പുറത്തു കൊണ്ടുവന്ന രാമൻപിള്ള റിപ്പോർട്ടും പുതിയ സാഹചര്യത്തിൽ പരിശോധിക്കപ്പെടേണ്ടേ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടുകയാണ് സൂപ്പർ പ്രൈം ടൈം. അഴിമതിയിൽ അടിതെറ്റുന്നതാർക്ക് എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ CPM നേതാവ് MP രാജേഷ് MP, കോൺഗ്രസ് വക്താവും മുൻ MLA-യുമായ ജോസഫ് വാഴക്കൻ, രാഷ്ട്രീയ നിരീക്ഷകൻ NM പിയേഴ്സൺ, ബി.ജെ.പി. പുറത്താക്കിയ ആരോപണ വിധേയൻ RS വിനോദ് എന്നിവർ. ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ ടെലിഫോണിലും ഈ ചർച്ചയിൽ പങ്കെടുക്കും. അതിഥികളിലേക്ക് പോകും മുൻപ് ഇടവേള.